ഹലോ, നമസ്കാരം. ആരാണ്? വസന്തേ? എന്ത് വസന്തേ? പോലീസ് പിടിച്ചാന്നെന്റെ മോന. എന്തിന്? പെണ്ണ് കേസ് അല്ലേ? ആ ആ ഞാൻ അറിഞ്ഞേ. ഇന്നലെ അവനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. ഞാൻ ഒരു മൈര്യം വിളിച്ച് ചോദിക്കാത്ത എന്തെന്നറിയാം, ഞാൻ അറിഞ്ഞിട്ടും. ആ അന്നേ ഞാൻ വന്ന് നിന്നോട് പറഞ്ഞ നിന്റെ മോൻ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് വെച്ചും കൊണ്ട് ഒരു സ്ഥലത്തിരിക്കുന്നത് ഞാൻ കണ്ട് എന്ന്. അന്ന് നീ എന്തൊരു പറഞ്ഞ? അണ്ണൻ ആള് മാറിയതായിരിക്കും. ആ അവൻ അങ്ങനെയൊന്നും ചെയ്യൂല, അവൻ നല്ല ചെറുക്കനാണ് എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്. പിന്നെ ഇവിടെയുള്ള തള്ളയും നദിയനെയും കാണിച്ചല്ലേ ഓരോ ഫയലുകൾ ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ സ്വന്തം അമ്മയും അച്ഛൻ്റെ മുമ്പേ അല്ലേ ഓരോരുത്തകളെ കൊണ്ടൊന്ന് ഇട്ട് കെട്ടിപ്പിടിക്കുന്നത്. അവന്മാർ പുറത്തു പോയാൽ കാണിക്കുന്ന കാര്യമല്ലേ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന് നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവരെ കടിച്ച് കീറാനല്ലേ പോകുന്നത്. നിന്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെണ്ണ് വന്ന് അന്ന് നിന്റെ കൂടെ പറഞ്ഞപ്പോഴും നീ അവളെ പള്ള ഒളിച്ച്. ഇപ്പം പോലീസ് പിടിച്ചപ്പോൾ എന്തരായി? അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരക്കി നോക്കണം. ഇന്ന ആള് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. അല്ലാതെ അവരെയൊന്നും പറയുന്ന ആൾക്കാരെ കടിച്ചു കീറാനല്ല പോവാൻ, കേട്ടാ. വച്ച് അനുഭവിച്ചോ. ഇനിയിപ്പോൾ പോലീസ് പിടിച്ചോണ്ടോയെങ്കിൽ ഉടനെ ഒന്നും ജാമ്യമൊന്നും കിട്ടില്ല, കുറച്ച് ദിവസം കഴിയും. പെണ്ണ് വിഷയമാണ്. അവളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ പൈസകൾ ഊറ്റാൻ വേണ്ടി മാത്രമാണ് ഇവൻ്റെയൊക്കെ പിറകെ കിടന്ന് കറങ്ങുന്നത്. മനസ്സിലായില്ലേ? അവളെയൊക്കെ കാര്യം കണ്ടിട്ട് അവളൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അവളെയൊക്കെ കയ്യിലങ്ങ് വയ്ക്കും. വച്ചിട്ട് യവന്മാരെ ഭീഷണിപ്പെടുത്തും. യവന്മാരെ പൈസയൊന്നും കൊടുക്കാതെ ഇല്ലാതെ വരുമ്പോൾ അവളൊക്കെ കേസും കൊടുത്ത് യവന്മാരെ ഉള്ളിലാക്കും. അവൾക്കൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്നേ. 15 മാപ്പിളേരെ കൂടെ പോയെന്ന് പറഞ്ഞാലും അവളെയൊക്കെ യാവനെങ്കിലും വന്ന് കെട്ടുവന്നേ. അതല്ലേ? ആദ്യം മനസ്സിലാക്കണം. നിന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, അവൻ വന്ന് നിന്നോട് പറഞ്ഞപ്പോൾ നീ നിന്റെ ഭർത്താവിനെ അവരെ പള്ളി വിളിച്ച് അല്ലേ? ഇനിയെങ്കിലും മനസ്സിലാക്ക്. ഏതെങ്കിലും കാര്യങ്ങൾ ആളുകൾ വന്ന് പറയുമ്പോൾ ഒന്ന് തിരക്കണം, കേട്ടാ. തിരക്കാതെ അവരെ അടിക്കാനോ പിടിക്കാനോ പള്ളി വിളിക്കാനോ പോയിട്ട് കഥയില്ല. ഇപ്പൊ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാല്ലേ? പെണ്ണുങ്ങളെ എന്നെ അവന്മാരെ വിളിച്ചുകൊണ്ട് കിടന്ന് കറങ്ങിയിട്ട് അവസാനം അവന്മാരെ പേരിന് കേസ് കൊടുത്ത് അവന്മാരെ അകത്താക്കുന്ന കാലമാണ്. ഞാൻ വന്നിറക്കാന്. പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരിഞ്ഞ് ഇറക്കി വിടുന്നു എന്റെ മോനെ. വക്കീലിനെയൊക്കെ പോയി കണ്ട് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കണമെന്ന്. ജാമ്യം എടുത്താലേ പറ്റുള്ളൂ. എനിക്ക് സമയമില്ല, എനിക്കൊരു മൈരിന് വരാൻ സമയമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല, കേട്ടോ. ശരി, വച്ചിട്ട് ഓരോ കുണാപ്പുകളും കാണിച്ചിട്ട് അവസാനം ആൾക്കാരെ വിളിച്ച് ശല്യം ചെയ്യും. ആൾക്കാർ പറഞ്ഞാൽ ഇവളൊന്നും കേൾക്കുകയില്ല.